ഈ യുദ്ധവർക്കെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയരുന്നത് ആക്രമണം നടക്കുന്ന രാജ്യങ്ങൾക്കുള്ളിൽ നിന്നു തന്നെയാണ്. അതെ, ഇറാനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട US-ന്റെ ഡൊണാൾഡ് ട്രംപിനോടും UK-യുടെ കെയർ സ്റ്റാർമനോടും സ്വന്തം ജനത പറയുന്നത് നോ എന്നു തന്നെയാണ്. പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ ട്രംപിന്റെ ഈ ചെയ്തികളെ അനുകൂലിക്കുന്നവർ വെറും 27% പേർ മാത്രമാണ് കേട്ടോ. ബ്രിട്ടനിൽ യുദ്ധത്തിനുള്ള പിന്തുണ 1% കൂടി വർദ്ധിച്ചത് 28% മാറിയിട്ടുണ്ട്. അതായത് ഇറാനെതിരെയുള്ള ഈ അനീതിയെ ഭൂരിഭാഗം അമേരിക്കക്കാരും ബ്രിട്ടീഷ് പൗരന്മാരും തള്ളിക്കളയുന്നുവെന്നു സാരം. CNN-ഉം റോയിട്ടേഴ്സും പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അമേരിക്കൻ ജനത ഈ യുദ്ധത്തെ ഭയത്തോടെയും അവിശ്വാസത്തോടെയുമാണ് കാണുന്നത്. 59% അമേരിക്കക്കാരും ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടിയെ ശക്തമായി തന്നെയാണ് എതിർക്കുന്നത്. കേവലം 27% ആളുകൾ മാത്രമാണ് യുദ്ധത്തെ പിന്തുണയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ട്രംപ് എത്രത്തോളം സ്വന്തം ജനതയ്ക്കിടയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രസിഡന്റ് ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങളിൽ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ലെന്ന് കൂടി ഈ സർവേ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം 60% പേരും ട്രംപിന്റെ സൈനിക നീക്കങ്ങളെ സംശയത്തോടു കൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇത്തരം വിനാശകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് 62% പേരും എതിർക്കുന്നുമുണ്ട്. ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് മേഖലയെ കൂടുതൽ അപകടത്തിലാക്കുമെന്നാണ് 54% അമേരിക്കക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അമേരിക്കയ്ക്ക് തുറന്ന പിന്തുണ കൊടുത്ത ബ്രിട്ടന്റെ സ്ഥിതിയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല കേട്ടോ. ഇറാനെതിരായ ആക്രമണത്തിൽ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടു നൽകാനുള്ള പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ തീരുമാനത്തിനെതിരെ തന്നെയാണ് ബ്രിട്ടീഷ് ജനതയും. യൂഗോ സർവേ പ്രകാരം പകുതിയോളം ബ്രിട്ടീഷുകാരും ഈ യുദ്ധക്കൊതിയെ എതിർക്കുന്നവർ തന്നെയാണ്. തങ്ങൾ നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുക്കുന്നതിൽ സ്റ്റാർമർ അവകാശപ്പെടുമ്പോഴും ഡീഗോ ഗാർസിയോ പോലുള്ള തന്ത്രപ്രധാനമായ താവളങ്ങൾ അമേരിക്കയ്ക്ക് തുറന്നു നൽകുന്നത് വഴി ബ്രിട്ടനും യുദ്ധത്തിന്റെ ഭാഗമാവുക തന്നെയാണ്. വെറും 11% പേർ മാത്രമാണ് ഈ അധിനിവേശത്തെ അനുകൂലിക്കുന്നത്. സ്വന്തം രാജ്യത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പകരം മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന ഭരണാധികാരിയുടെ നിലപാടിനെതിരെ ബ്രിട്ടനിലും പ്രതിഷേധം പുകയുന്നുണ്ട് കേട്ടോ. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാനെ ബലിയാടുന്ന ഭരണകൂട നീക്കങ്ങളെ പടിഞ്ഞാറൻ ജനത എതിർക്കുന്നുവെന്നു സാരം.